ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതെന്താണെന്നല്ലേ, ഇതാണ് ചിക്കൻ ലോലിപോപ്പ്. അപ്പോൾ ഈ സോസിൽ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാനിപ്പോൾ ക്വാണ്ടിറ്റി ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ചിക്കൻ ബോൺലെസ് ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് എടുത്തിരിക്കുന്നുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യണം. നമ്മൾ വേവിക്കുന്നില്ല, വേവിക്കാതെ പച്ചയോടെയാണ് ചെയ്യുന്നത്. പിന്നെ ഞാനിത് ഒരു ചോപ്പറിൽ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയത്. കാരണം നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ ഇതിൽ അടിച്ചെടുക്കാൻ വലിയ പാടാണ്. നമുക്ക് ചെറിയ നൈസ് പീസ് വേണമെങ്കിൽ ഇതുപോലെ ചോപ്പറിൽ ഇട്ട് കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ. അപ്പോൾ വെളുത്തുള്ളി, അതുപോലെ ഇഞ്ചി, പിന്നെ രണ്ടര സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിതാ ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നല്ല എന്താ പറയുക, നൈസിലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ കറിവേപ്പില, മല്ലിയില, ഇതൊക്കെ ഞാൻ ചെറുതായിട്ട് കുനുകുന അരിഞ്ഞിട്ടാണ് കേട്ടോ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിതാ ചിക്കൻ മിക്സിയിൽ പീസ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി ഒരു ബൗളിൽ മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ഈ ചിക്കൻ എന്ന് പറയുന്നത് നമ്മൾ നല്ല ഡ്രൈ ആക്കിയിട്ട് വേണം മിക്സിയിലിട്ട് അടിക്കാൻ. വെള്ളമായി കഴിഞ്ഞാൽ ശരിയാവില്ല. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു മുട്ടയാണ്. എൻ്റെ ഫോണിന് ചെറിയൊരു ക്ലിയർ പ്രശ്നമുണ്ട് കേട്ടോ, ക്യാമറയ്ക്ക് എന്താണെന്നറിയില്ല. അപ്പോൾ മുട്ടയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മുട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി അധികം ഉണ്ടെങ്കിൽ നമുക്ക് 2 മുട്ടയൊക്കെ എടുക്കാം. അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് ചില്ലി സോസും, അതുപോലെ വളരെ കുറച്ച് മാത്രം സോയാ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോയാ സോസ് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. സോയാ സോസ് നിർബന്ധമൊന്നുമല്ല, പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കോൺഫ്ലോർ ആണ് കേട്ടോ. കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട്, പിന്നെ ഗരം മസാല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ മസാല എടുക്കാം. ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഇതിലിങ്ങനെ വെള്ളം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് റെസ്റ്റ് ചെയ്താൽ നമ്മൾ ലാസ്റ്റ് ഫൈനലി നമുക്ക് മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ വെള്ളം നിങ്ങൾ കണ്ടിട്ട് വിചാരിക്കേണ്ട ഉണ്ടയാക്കാൻ പറ്റുമെന്ന്. നമ്മൾ കുറച്ച് റെസ്റ്റ് ചെയ്യുമ്പോഴേക്കും അത് റെഡിയായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് ഓട്സാണ്. ബ്രെഡ് ക്രംസ് അല്ല, ഓട്സാണ്. നമ്മുടെ KFC മോഡലൊക്കെ ചിക്കൻ ചെയ്യുന്ന ആ ഒരു സ്റ്റൈലാണ് കേട്ടോ ഇന്ന് നമ്മുടെ ലോലിപോപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ബ്രെഡ് ക്രംസ് ഞാൻ വിചാരിച്ച് ഇന്നത് സ്കിപ്പ് ചെയ്യാമെന്ന്. എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് ശരിയായി കിട്ടുമോ എന്താണെന്ന് അറിയില്ല. അപ്പം അങ്ങനെയാണ് ഇത് ഞാൻ എടുത്തത് കേട്ടോ. അപ്പം നമ്മൾ ഉണ്ടയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് എണ്ണയിൽ വറുത്ത് കോരാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചിക്കൻ ഉള്ളു വേവണമെങ്കിൽ നമ്മൾ ഓൾറെഡി പച്ച ചിക്കനാണ് ചേർത്ത് കൊടുത്തത്. അങ്ങനെ വേവിച്ചിട്ടല്ല, ഉള്ളു വേവണമെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം നമ്മുടെ സ്റ്റൗ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലോലിപോപ്പ് നമുക്ക് ഒരു ട്രിപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിതുപോലെ ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് കേട്ടോ ഇത് കുത്തി കൊടുക്കുന്നത്. അപ്പോൾ കുഞ്ഞൂസിൻ്റെ നിർബന്ധമായിരുന്നു കേട്ടോ ലോലിപോപ്പ് കഴിക്കണമെന്ന്. അപ്പോൾ ടൂത്ത് പിക്ക് കൊണ്ടുവന്നപ്പോഴേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോലിപോപ്പ് ഉണ്ടാക്കി തരണമെന്ന്. അപ്പം അങ്ങനെയാണ് ഞാനിത് ട്രൈ ചെയ്തത്. പക്ഷെ നല്ല സക്സസ് ആയിട്ട് കിട്ടി. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ഒരുവിധമുള്ള റെസിപ്പിയൊന്നും അങ്ങനെ വലിയ ഇഷ്ടപ്പെടാറില്ല. പക്ഷേ ചിക്കൻ്റെ ഇത് നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടി. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ടൊമാറ്റോ സോസൊക്കെ വെച്ചിട്ട് കഴിച്ചാൽ അടിപൊളിയായിരിക്കും. അങ്ങനെ ഓരോരോ ട്രിപ്പുകളാക്കിയിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ല പെർഫെക്റ്റിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ നമുക്ക് വൈകുന്നേരമൊക്കെ സ്നാക്സൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കൂടി പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇനി ടൂത്ത് പിക്ക് ഇല്ലെങ്കിൽ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ പച്ച ഓലയുടെ ഇറുക്കിലൊക്കെ കിട്ടുമേ. അതൊക്കെ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് കുത്തി കൊടുത്താലും മതി. ടൂത്ത് പിക്ക് തന്നെ വേണമെന്നില്ല. അപ്പോൾ ഈ ഒരു റെസിപ്പി മറക്കാതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് കുട്ടികളെയൊക്കെ ലോലിപോപ്പ് എന്ന് പറഞ്ഞ് പറ്റിക്കാൻ ഉള്ള ഒരവസരം കൂടിയാണ്. അപ്പോഴടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.